സാർ, നമ്മളിപ്പോൾ ജർമ്മൻ ഭാഷ പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിച്ചു. ഇത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഉണ്ടാക്കുന്ന ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് സംസാരിച്ചു. അപ്പം ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് പ്രാക്ടിക്കലി ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാമെന്ന് വരെ നമ്മൾ സംസാരിച്ചു. എന്നിട്ട് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇപ്പം സൊസൈറ്റിയിൽ ഇത് പഠിക്കാൻ ഡിഫിക്കൽട്ടാണ്, ഒത്തിരി അധികം കുട്ടികൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിൽ ചെയ്യുന്നു? അപ്പോൾ എന്ത് കാര്യം കൊണ്ടായിരിക്കും കുട്ടികൾ ഫെയിൽ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ച്വൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എന്താണ്, അഥവാ അവർ അപ്രോച്ചിൽ എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത്? ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന കുട്ടികളെ പാസ്സാവുന്നതിൻ്റെ പ്രധാന കാരണം ഒന്ന് അവരുടെ പഠനത്തോടുള്ള അപ്രോച്ചാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോളജ് ബേസ്ഡ് ആയിട്ടാണ് കുട്ടികൾ പലപ്പോഴും പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കുട്ടിയുടെ പഠന രീതി സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പഠനത്തിലേക്ക് അവർ മാറണം. അതായത് ആപ്ലിക്കേഷന് പ്രാധാന്യം കൊടുക്കണം. ഒരു ഭാഷ പഠിക്കുകയാണെങ്കിൽ മനഃപൂർവ്വം ആ ഭാഷ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം, അത് മനഃപൂർവ്വം എഴുതാൻ ശ്രമിക്കണം. ക്ലാസ്സിൽ പഠിച്ചതിൽ ഉപരി സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പം നമ്മൾ എഡ്യൂഫ്ലെയറിൽ നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികൾ പഠിക്കുമ്പം ആ സ്റ്റേജിൽ മുന്നിൽ വന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. രണ്ടാളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്താറുണ്ട്. ജൂനിയർ ക്ലാസ്സിൽ പോയി ടീച്ചിങ് നടത്താനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെ അവർക്ക് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് പാസ്സാവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പലപ്പോഴും കുട്ടികൾ ഈ ഷോർട്ട് കട്ട് മെത്തേഡ് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് കോഡ് വെച്ച് പഠിക്കുക. അതായത് ഇവർക്ക് എന്താ പറയുക, അതായത് നമ്മൾ ഈ ടെലഗ്രാമിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇത് കിട്ടുന്നത്, കോഡിൻ്റെ വിഷയം കിട്ടുന്നത്. ടെലഗ്രാമിലുള്ള ഗ്രൂപ്പുകൾ ജർമ്മൻ പഠിക്കാൻ ചേർന്നാൽ ഉടനെ ടെലഗ്രാമിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ പോയി മെമ്പറാവും. അപ്പോൾ അതിനുള്ള ഇൻഫർമേഷൻ വരും. ഇങ്ങനെ കോഡ് വെച്ച് പഠിച്ചാൽ പാസ്സാവും എന്നുള്ള ഇൻഫർമേഷൻ വരും. അതായത് ഗോയിത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സാം ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ മാറി മാറി 28 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അത് മാറി മാറി വരുന്നുണ്ട്. ആ 28 സെറ്റിലെ കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ട് അതിൻ്റെ കോഡുകൾ മനസ്സിൽ ഓർത്ത് വെച്ച് പോയി പരീക്ഷ എഴുതിയാൽ പാസ്സാവുമെന്ന് പറഞ്ഞ് ഒട്ടനവധി കുട്ടികൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ പോകുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, അങ്ങനെയൊന്നും പരീക്ഷ പാസ്സാവാൻ വേണ്ടി സാധിക്കില്ല. അതായത് ജർമ്മൻ്റെ എക്സാം എന്ന് പറയുന്നത് നമുക്ക് റിയൽ ആയിട്ടുള്ള ആ ലാംഗ്വേജിൻ്റെ ആപ്ലിക്കേഷൻ അറിയൂ എന്നുള്ളതാണ് എക്സാമിന് നടക്കുന്നത്. അതിനുവേണ്ടി ഒരാൾ സ്കിൽഫുള്ളായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ ലാംഗ്വേജ് പാസ്സാവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം അതിൽ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ജർമ്മൻ ഭാഷയിൽ നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ പിന്നെ രണ്ട് പുറം കവിയാണ്ട് ഉപന്യാസം എഴുതാനുള്ള സ്കില്ലല്ല അവർ നോക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്? ലിസണിങ് ഉണ്ട്, റീഡിംഗ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്, സ്പീക്കിംഗ് ഉണ്ട്. അതായത് ഒരു ഭാഷ ഇൻപുട്ടും ഔട്ട്പുട്ടും എങ്ങനെയാണ് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു പരിധി വരെ ഇപ്പം നിങ്ങളോട് ചോദിക്കുന്ന ഒരു സബ്ജക്റ്റിൻ്റെ നോളജ് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ സ്കില്ലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം മീൻ ടൈം നിങ്ങൾ IELTS നോക്കിയാൽ OET നോക്കിയാൽ ഒരു പരിധി വരെ ഇങ്ങനെയാണ്. ആ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണ്യം സ്കില്ലാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കോഡിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം സോക്കോൾഡ് പറയുന്നത് ഇപ്പോൾ ഗോയിറ്റ സെൻറ്റർ കുറേ റീസെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയില്ല. പണ്ട് കറക്റ്റാണ്, ആകെ 20-28 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പറയുകയാണത് ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു 3-4 വേർഡ്സ് ഇവർ കാണാതെ പഠിച്ചു വെക്കും. ആ വേർഡ്സ് കാണുവാണെങ്കിൽ ഇതാണ് ആൻസർ. ആ ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചു നോക്കുമല്ലോ. പണ്ട് നമ്മുടെ അടുത്ത് പറയാറുണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് പണ്ടേ ഉള്ളൊരു പ്രശ്നമാണ്, എക്സാം എഴുതുന്ന സമയത്ത് ഒരു സെൻറ്റൻസിൽ നമ്മൾ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിൽ എസ്പെഷ്യലി മാത്സിനൊക്കെ വാല്യൂസ് ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ കാണാതെ പഠിച്ച സാധനം അപ്പോൾ തന്നെ എഴുതാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഓക്കെ നിങ്ങൾ എക്സാം പാസ്സായി തന്നെ വിചാരിക്കുക. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ ജർമ്മനിയിലേക്ക് പോകുന്ന മെജോറിറ്റി ഓഫ് ദ ടൈംസ് നിങ്ങൾ ഗോയിത്തേൻ്റെ എക്സാം ഒക്കെ എഴുതിയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ജർമ്മൻ ടോട്ടലാണ് പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെ കോഡ് വെച്ച് എക്സാം പാസ് ഒരാൾ എങ്ങനെ ജർമ്മനിയിൽ നിങ്ങൾ സർവൈവ് ചെയ്യും? ജർമ്മൻസിനോട് എങ്ങനെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അതിൽ നമ്മുടെ എംപ്ലോയറുടെ ഇന്റർവ്യൂ ഉണ്ട് ജർമ്മൻ ഭാഷയിലുള്ള. അവിടെ കോഡില്ലല്ലോ, അവിടെ കോഡില്ല. അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങനെ അബദ്ധ ധാരണകൾ വെച്ചുകൊണ്ടിരിക്കാണ്ട് നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ 2025 ഇരുന്നാണ് സംസാരിക്കുന്നത്. ഭാഷ സ്കില്ല് അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. നിങ്ങൾ കോഡ് വെച്ച് എക്സാം പാസ്സായ എത്ര പേരെ നിങ്ങൾക്കറിയാം? അല്ല 4 മൊഡ്യൂൾ പാസ്സായവരോ? ഇപ്പം നമ്മുടെ കൂടെ 100 സ്ട്രൈബിനൊക്കെ അല്ലെ സ്പ്രെഷനൊക്കെ 100 സ്കോർ ചെയ്ത് ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു ഷിബില് അങ്ങനെ സ്കോർ ചെയ്തൊരു കുട്ടിയാണ്. ഇപ്പം സഫാനൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 4 മൊഡ്യൂളും പാസ്സായ ഒരു കുട്ടിയാണ്. അങ്ങനെ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എക്സാമ്പിൾ നമുക്ക് കാണിക്കാം. ഈ ഷിബിലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ഷിബിലിന്റെ റിസൾട്ട് വന്ന സമയത്താണ് നമ്മുടെ ഒരു ജർമ്മൻ പാർട്ട്ണർ നമ്മുടെ ഇവിടെ വന്നത്. അപ്പൊ ഈ ഷിബിലിന്റെ ഈ മാർക്ക് ലിസ്റ്റ് ഞാൻ അയാളെ കാണിച്ചു കൊടുത്തു, ഗോയിത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. അപ്പൊ അയാൾ പറയാണ്, ഞങ്ങൾ ജർമ്മൻകാർ പരീക്ഷ എഴുതിയാൽ 100 മാർക്ക് കിട്ടില്ല, 100 ഔട്ട് ഓഫ് 100 കിട്ടില്ല. എങ്ങനെയാണ് ഈ കുട്ടി സാധിച്ചതെന്ന്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളും ശ്രമിച്ചാൽ നമുക്കത് സാധിക്കും. അപ്പോൾ എത്രയോ കുട്ടികൾ നമ്മുടെ അടുത്ത് 97-96 ഒക്കെ മാർക്ക് വാങ്ങി പാസ്സായിട്ടുള്ള കുട്ടികളുണ്ട്, ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാകുന്ന കുട്ടികളുണ്ട്. അതേ സമയത്ത് കുറേ കുട്ടികൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്തുകൊണ്ട്?
അപ്പോൾ അവരുടെ ഈ പഠനത്തിലുള്ള മെത്തേഡ് മാറ്റുക എന്നുള്ളതും ഇതിനെ ഒരു സീരിയസ് ആയിട്ട് എടുത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് 8 മാസം സമയം ആവശ്യമുള്ളൂ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ. ആ 8 മാസക്കാലം സീരിയസ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് സിത്താരയ്ക്ക് പറയാനുള്ളത്? ഈ കാര്യം കുട്ടികളുടെ ഈ എന്താ പറയുക കോഡ് വെച്ച് പഠിക്കല്, പഠിക്കാതിരിക്കല്, തോൽക്കല്, ഇതിനെപ്പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? ഇപ്പം കോഡ് വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞത് നമ്മളിവിടെ നമ്മളൊരു +2 വരെയൊക്കെ പഠിക്കുന്ന നമ്മുടെ ഒരു പഠിക്കുന്ന രീതിയുടെ കൾച്ചർ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ അഗൈൻ എക്സാമിന് തലേന്ന് പഠിക്കുക, അല്ലെങ്കിൽ മേ ബി കുറച്ച് കാര്യം മാത്രം എന്താ പറയുക അത് മാത്രം പഠിച്ചിട്ട് ഓക്കെ ഇത് ക്വസ്റ്റ്യൻ വരെയായിരിക്കും, ഇത് വന്നാൽ ഇത് മാത്രം എഴുതാം, അല്ലെങ്കിൽ ഈവൻ നമ്മൾ വിറ്റ് വയ്ക്കാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ. അതാണ് ഇവിടുത്തെ ഒരു കൾച്ചർ സത്യം പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ ഒരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അതൊരിക്കലും പോസിബിൾ അല്ല. ഇനി ഈവൻ എന്തെങ്കിലും ഭാഗ്യം കൊണ്ട് നമ്മൾ ഈ കോഡൊക്കെ വെച്ച് പഠിച്ച് നമ്മൾ മൊഡ്യൂൾസ് പാസ്സായി എന്ന് വിചാരിക്കാം, പക്ഷെ ഒരിക്കലും നമുക്കൊരു എന്താ പറയുക ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള ഒരു ഭാഷ സ്കില്ല് നമുക്ക് ഒരിക്കലും അതിന് ഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈ കോഡ് പഠിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ആ എഫേർട്ട് നമ്മൾ ലാംഗ്വേജിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കത്, അതായത് കോഡ് പഠിക്കാൻ എടുക്കുന്ന ആ ഒരു എഫേർട്ട് നമ്മൾ ഈ ലാംഗ്വേജ് പഠിക്കാൻ അതിൻ്റെ പകുതി എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ത്രൂ പ്രാക്ടീസ് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം നമ്മുടെ ഒരു സാധനം ഇപ്പം എനിക്കൊക്കെ ആണെങ്കിലും പേഴ്സണലി ഒരു സാധനം ഒരു 2 പേജുള്ള സാധനം ഇത് ബൈ ഹാർട്ട് പഠിക്കുന്ന പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മളതൊരു എന്തെങ്കിലും ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കും, നമ്മളത് പഠിച്ചു പോകും. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാറില്ല. നമ്മൾ ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത് മേ ബി ഒരു പോയിന്റ് വരെ നമ്മൾ എത്തിക്കുമായിരിക്കും, പക്ഷെ ഒരിക്കലും നമ്മുടെ ഒരു ഗോൾ വരെ അത് എത്തിക്കത്തില്ല. ഒരു ഹാഫ് വേ ആകുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആവും. ഇപ്പോൾ ഷോർട്ട് കട്ട്സ് എന്നൊക്കെ പറയുന്നത് ടിപ്സ് നമുക്ക് യൂസ് ചെയ്യാം. ലാംഗ്വേജ് പഠിക്കാൻ ഡിഫറെൻറ്റ് ടിപ്സ് നമ്മൾ തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ നല്ലത്. നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ ഷോർട്ട് കട്ട്സ് ഒന്നും അവൈലബിൾ അല്ല. അതാണ് നമ്മുടെ സ്റ്റുഡൻസ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവർ സ്റ്റുഡൻസ് ഒരു പരിധി വരെ കുറെ കാഷ്വൽ ആയിട്ട് എടുക്കുന്നത് കൊണ്ടാണോ ഒരു സീരിയസ് ആയിട്ട് ഇതിനെ കാണാത്തതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിനോട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പം അത് അവരുടെ ഒരു ഫോൾട്ടായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല. എങ്കിലും നമ്മൾ പഠിക്കുന്ന രീതി, നമ്മുടെ നാട്ടിലെ കൾച്ചർ ഇസ് വെരി ഡിഫറെൻറ്റ്. ഈവൻ +2 വരെ പഠിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പം നമ്മൾ ഒരു കൊല്ലം മൊത്തം പഠിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ബോർഡ് എക്സാം എഴുതുന്നത്. അപ്പം അതാണെങ്കിലും നമ്മൾ ഓക്കെ ഫെബ്രുവരിയിൽ ഒരു മോഡൽ എക്സാം ഉണ്ടാവും, ആ സമയത്തായിരിക്കും നമ്മൾ മേ ബി പഠിക്കാൻ തുടങ്ങുന്നത്. അതെ, പഠിച്ചു എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഈവൻ നമ്മൾ കോളേജിലേക്ക് എത്തുമ്പോഴാണെങ്കിലും ഒരു സെമ്മിൻ്റെ സാധനം നമ്മൾ ഒരാഴ്ച മുന്നേ ആയിരിക്കും മേ ബി പഠിക്കുന്നത്. പക്ഷെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആ ഒരു കൾച്ചർ നമ്മൾ മാറണം. ഫ്രം ഡേ 1 പഠിച്ചു തുടങ്ങാന്നുള്ളതിലേക്ക് സ്റ്റുഡൻസ് മാറണം. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി. ആസ് ടീച്ചേഴ്സ് അത് ഡെഫിനറ്റ്ലി പറഞ്ഞു കൊടുക്കും. പാരൻസ് ശ്രദ്ധിക്കുക സ്റ്റുഡൻസിനോട് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഈ ലാസ്റ്റ് മൊമെന്റ് പഠിക്കുക എന്നുള്ള കാര്യം സബ്ജക്ട്സിന് മേ ബി പോസിബിൾ ആയിരിക്കും, പക്ഷെ ലാംഗ്വേജസിന് അത് പോസിബിൾ അല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ A1 A2 ഓക്കെ കുഴപ്പമില്ല, സിമ്പിളാണ്, എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് മേ ബി അത് ഓവർ കോൺഫിഡൻസ് ആയിട്ട് വരാം. B1 എത്തുമ്പം ഇത്ര പഠിച്ചാൽ മതി, ഞാൻ B2 എത്തുമ്പോൾ നമുക്ക് നോക്കാം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഒഴിവാക്കുക. നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പം ബേസ് പഠിക്കണം, പക്ഷേ ബേസ് അറിയാമെന്ന് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും പഠിച്ചിട്ട്, അതായത് B1 B2 നേരത്തെ പറഞ്ഞാൽ കുറച്ചും കൂടി സെൽഫ് സ്റ്റഡി മോഡിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ആ എഫേർട്ട് നമ്മൾ എടുക്കണം. ടീച്ചേഴ്സിന് പഠിപ്പിച്ച് തരാൻ പറ്റും, പക്ഷെ നമ്മളായിട്ട് ആ എഫേർട്ട് എടുത്തില്ലെങ്കിൽ എന്തായാലും അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ സ്റ്റുഡൻസ് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ലാംഗ്വേജ് ഷോർട്ട് ടേം ഒരു 8 മാസത്തേക്കാണ് നമ്മളൊരു കാര്യം പഠിക്കുന്നത്. പക്ഷേ ആ 8 മാസം നമ്മൾ ഫുൾ എഫേർട്ട് ഇട്ട് പഠിക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ജർമ്മൻ ലാംഗ്വേജ് എക്സാം എന്നുള്ളത്. അതിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 100 out of 100 അല്ലെങ്കിൽ 90% എബവ് ഓൾ മൊഡ്യൂൾസിന് വാങ്ങിയ സ്റ്റുഡൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. അതെ, അപ്പോൾ അത് അവർക്കൊക്കെ അവർ സാധിച്ചതുകൊണ്ടാണ്, അവരത് അത്രയും ഇരുന്ന് പഠിച്ചുകൊണ്ടാണ്. അതേപോലെ തന്നെ ഈ ഈവൻ ഫസ്റ്റ് ടൈം എഴുതിയിട്ട് കിട്ടിയില്ല എന്ന് വിചാരിക്കുക ഏതെങ്കിലും മൊഡ്യൂൾ, അവിടെ തളർന്നു പോകാതിരിക്കുക. നമ്മൾ നെക്സ്റ്റ് ടൈം എഴുതുമ്പോൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക. ഇപ്പോൾ മേ ബി ചിലപ്പം എക്സാമിന് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടാവും. മേ ബി നമുക്കിപ്പം അന്ന് സുഖമില്ലായിരുന്നു, പനിയായിരുന്നു, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മേ ബി നമുക്ക് നമ്മുടെ ഫുൾ ഇതിൽ എക്സാം എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ സ്റ്റിൽ അപ്പം കിട്ടിയില്ലെങ്കിലും നെക്സ്റ്റ് ടൈം എഴുതുമ്പോൾ നമ്മൾ ഫുൾ എഫേർട്ട് ഇട്ട് നമുക്ക് ആ ഒരു ഇതുണ്ടാവണം. നമ്മൾ ചെയ്യാൻ പറ്റുന്ന എഫേർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് പഠിക്കാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ ജർമ്മൻ ലാംഗ്വേജ് എക്സാം എന്ന് പറയുന്നത്. EduFlair, education driven by passion.